അഭിഷേക് ശർമ്മക്ക് പകരമാണോ ഞാൻ സഞ്ജുവിനെ 11-ൽ തിരികെ കൊണ്ടുവരേണ്ടത്, അതോ തിലക് വർമ്മക്ക് പകരമോ? പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇത് പറഞ്ഞ ശേഷം സൂര്യകുമാർ യാദവ് ചിരിച്ചു. അതൊരു പരിഹാസച്ചിരിയായിരുന്നു എന്ന വാദമൊന്നുമില്ല. പക്ഷേ അഭിഷേകിനെയും തിലകിനെയും വെട്ടി സഞ്ജു എന്ന ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട എന്നാണ് അയാൾ പറഞ്ഞു വെച്ചത്. ടോപ്പ് ഓർഡറിൽ 3 ലെഫ്റ്റ് ഹാൻഡർമാർ, 11-ൽ ആകെ 6 പേർ ഇടങ്കയ്യന്മാർ. ലോകകപ്പിൽ ഇത്തിരി കുഞ്ഞന്മാർ എന്ന ടാഗ്ലൈനിൽ എത്തിയ ടീമുകൾ പോലും വലിച്ചു പുറത്തിട്ട ഇന്ത്യൻ സംഘത്തിൻ്റെ വീക്ക്നസ്സുകൾ ഗ്രൂപ്പ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സകലർക്കും ബോധ്യമായതാണ്. അവിടെ ഉപേക്ഷിച്ച് പോരണമായിരുന്നു സകല പിഴവുകളെയും. ഒരു ലോജിക്കുമില്ലാതെ ഇന്ത്യൻ ടീമിൽ പല പരീക്ഷണങ്ങളും നടത്തി പരിചയമുള്ള ജി ഇക്കുറി വിന്നിംഗ് കോമ്പിനേഷനിൽ അങ്ങ് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. പലരും നിരന്തരം പരാജയപ്പെട്ടിട്ടും. ആർക്കെതിരെയൊക്കെ ആയിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ വിജയങ്ങൾ എന്നുകൂടി ആലോചിക്കണം. ആ വിജയങ്ങളിൽ തന്നെ ടീമിൻ്റെ പിഴവുകൾ പലതും പുറത്തു ചാടിയതാണ്. നമീബിയക്കോ നെതർലൻഡ്സിനോ USA-ക്കെതിരെയോ പോലും ഒരു കംപ്ലീറ്റ് ഡൊമിനൻസ് നമുക്കുണ്ടായിട്ടില്ല എന്ന കാര്യം മറന്നു പോകരുത്. ലോക ക്രിക്കറ്റിൽ അത്രക്കങ്ങനെ ആർക്കും സുപരിചിതമല്ലാത്ത ഓഫ് സ്പിന്നർമാർ പലരും ഇന്ത്യയുടെ പിഴവുകളെ എക്സ്പോസ് ചെയ്തു. ടൂർണമെൻറ്റിലേക്ക് ഹോട്ട് ഫേവറേറ്റുകളായി എത്തിയതാണ്. ഗ്രൂപ്പ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പാത ഇനി അത്ര എളുപ്പമല്ലെന്ന് ബോധ്യമാവേണ്ടതായിരുന്നു. ഇന്നലെ ടോസിന് ശേഷം ടീമിലെ ചേഞ്ചുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അക്സർ പട്ടേൽ പുറത്തിരിക്കും എന്നും വാഷിംഗ്ടൺ സുന്ദർ തുടരുമെന്നുമാണ് സ്കൈ പറഞ്ഞത്. അതായത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാനാകുന്ന വൈസ് ക്യാപ്റ്റനെ കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിലടക്കം ക്രൂഷ്യൽ ഘട്ടത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ ഒരാളെ ഒരിക്കൽ കൂടി പുറത്തിരുത്തുന്നു. അതൊരു ടാക്ടിക്കൽ ഡിസിഷനാണ് എന്നായിരുന്നു സൂര്യയുടെ വിശദീകരണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൗത്ത് ആഫ്രിക്കൻ ടോപ്പ് ഓർഡറിലെ ലെഫ്റ്റ് ഹാൻഡർമാരായ ക്വിൻ്റൻ ഡീകോക്കിനെയും റിയാൻ റിക്കിൾട്ടനെയും വീഴ്ത്താനാണ് ആ ട്രംപ് കാർഡ്. പക്ഷേ ജസ്പ്രീത് ബുംറ സുന്ദർ പന്തെടുക്കുന്നതിന് മുമ്പേ ആ പണി അങ്ങ് തീർത്തിരുന്നു. പിന്നെ വാശിക്ക് പന്ത് കൊടുത്തത് വെറും 2 ഓവർ. 4 ഓവർ കഴിയുമ്പോൾ 20-3 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയ പ്രോട്ടിയാസ് പിന്നെ ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാണ്? ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന കളിയെ ഡേവിഡ് മില്ലറും ഡെവാൾ ബ്രേവിസും ചേർന്ന് തട്ടിപ്പറിച്ചത് എങ്ങനെയാണ്?